കോഴിക്കോട്ട് രാവിലെ മുതൽ നല്ല മഴയാണെന്ന് സാനിയോ പറയുന്നുണ്ട്. കുറച്ച് നേരമായി സാനിയോ അത് പറയുന്നുണ്ട്. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. പന്തീരാങ്കാവിൽ ബൈപ്പാസിന്റെ മതിൽ ഇടിഞ്ഞു വീണു. നിരവധി വീടുകൾക്ക് കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. സാനിയോ മനോ ഇപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാനിയോ. മഴയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ആകെ കുളമായി കിടക്കുന്ന ഇടത്താണ് സാനിയോ നിൽക്കുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥ സാനിയോ? മഴ കനത്ത മഴ പെയ്യുന്നില്ല, പക്ഷെ ചെറിയ ചാറ്റൽ മഴയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗുരുതരമാണ്. പന്തീരാങ്കാവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് NH ബൈപ്പാസിന് വേണ്ടി മതിൽ കെട്ടി ഉയർത്തിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മതിൽ കെട്ടി ഉയർത്തിയ പ്രദേശം അങ്ങനെ തന്നെ ഇടിഞ്ഞു വീണ് നിരവധി വീടുകളുടെ മുകളിലേക്കും അമ്പലത്തിന്റെ മുകളിലേക്കും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. റോഡ് അങ്ങനെ തന്നെ മുറിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ഇത് NH ബൈപ്പാസിനും വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ. കാരണം തൊട്ടടുത്ത് വരെ ബൈപ്പാസിന്റെ തൊട്ടടുത്ത് വരെ ഈ ഒരു കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബൈപ്പാസിന് വലിയ ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിരവധി വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീടുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ആ വീടുകളിലേക്ക് അടുത്ത ലൈവിൽ വരാമെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യം ഈ വിഷ്വൽ കാണിച്ചതിന് ശേഷം അടുത്ത ലൈവിൽ വീടുകളുടെ വിഷ്വൽ കൂടി കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഈ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ഇതിപ്പോ ഈ NHനും ഭീഷണിയല്ലേ? ഭീഷണിയാണ്, NHനും ഭീഷണി തന്നെയാണ്. ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര വീടുകൾക്ക് കേടുപാട്? 7 വീടുകൾക്ക് കേടുപെടുന്നത്. അമ്പലം ഉണ്ടായിരുന്നു, അമ്പലത്തിൽ കേടുപെടുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുന്ന് അംഗനവാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അംഗനവാടി ഞങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചത് കൊണ്ടാണ് ഭാഗ്യവശാൽ ഒരു പ്രയാസം ഉണ്ടായത്. ഇന്നലെ രാത്രി 9:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. 9:30 മണിയോട് കൂടിയിട്ടാണ് ഉണ്ടായത്. പിന്നെ ഒരു ആംബുലൻസ് ഇന്നലെ രാത്രി കുടുങ്ങി. ആംബുലൻസ് റൺ ചെയ്യുന്ന സമയത്താണ് ഇത് മറിഞ്ഞു വീഴുന്നത്. ആംബുലൻസ് രോഗികളെ കയറ്റാൻ വേണ്ടി പോകുന്ന ആംബുലൻസ് ആയിരുന്നു. അതടക്കം പോയി. രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് അതിനെ ഞങ്ങൾ ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വീട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, കാരണം എല്ലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കമ്പനീൻ്റെ ആളുകളെ ഞങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പേ തന്നെ ഏകദേശം ഒരു 7-8 മാസം മുമ്പേ തന്നെ ഈ റീറ്റെയിൻ വാളിൽ പൊട്ട് വന്നിരുന്നു. അത് ഞങ്ങൾ ആ പൊട്ട് കാണിച്ച സമയത്ത് അവർ വന്നത് ഗ്രൗട്ട് കലക്കി കണ്ട് കൊണ്ടുപോയി അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അത്രയും നിസ്സാരവൽക്കരിച്ച് കണ്ടാണ് അവർ പോയത്. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട അധികൃതരൊന്നും ഇങ്ങോട്ട് നോക്കിയിട്ട് അധികൃതർ ആരും വരുന്നില്ല. അതാണ് ഇപ്പം പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആശങ്കയാണ്. ഇനി ഈ മെയിൻ റോഡ് ഞങ്ങൾ ഇന്നലെ രാത്രി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വാഹനങ്ങൾ അങ്ങേ സൈഡിൽ കൂടെ വിട്ടു. കാരണം ഈ ഭാഗത്ത് ലോഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ക്രിയാത്മകമായ രീതിയിൽ നാട്ടുകാരെന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലും ഒരു സഹായം കിട്ടാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക? ഒരു കാരണവശാലും ഈ ഹൈറ്റിൽ ഇനി ഇവിടെ ഈ റീറ്റെയിൻ വാൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവർക്കത് ഈ ഇത്രയും ഹൈറ്റിൽ 10 മീറ്റർ ഹൈറ്റിൽ ഈ റീറ്റെയിൻ വാൾ പൊക്കി കഴിഞ്ഞാൽ അത് ബലക്ഷയം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കളക്ടറൊക്കെ ഇങ്ങോട്ട് വന്ന് നോക്കേണ്ടതല്ലേ? ഇത്രയും വന്നിട്ടില്ല. കളക്ടർ മാത്രമല്ല, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് പേരില്ലേ. ഇതൊക്കെ തന്നെയല്ലേ, ഇത് പൊതുജനങ്ങളല്ലേ, നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്നല്ലേ. ഇതൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 6 മീറ്റർ വരെ താഴ്ച പൊട്ടിയ സമയത്ത് ഇതൊക്കെ ഇവരെ കാണിച്ച സമയത്ത് കമ്പനീൻ്റെ ഡിവിഷൻ മാനേജർ വന്നിട്ട് പറഞ്ഞത് ഇത് ഗ്രൗട്ട് വെച്ചാൽ നിൽക്കും, ഇത് പേടിക്കാനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഈ പൊട്ട് വലിയ വിള്ളൽ വന്ന സമയത്ത് അതായത് 6 മീറ്ററോളം വലിപ്പമുള്ള ഒരു വലിയ റോഡാണ് ഇത്തരത്തിൽ റീറ്റെയിൻ വാളാണ് ഇത്തരത്തിൽ തകർന്ന് വീണിരിക്കുന്നത്. വലിയ അപകടാവസ്ഥയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഇതിലെ ഇനി വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല. ദൃശ്യങ്ങളിൽ കാണാം വലിയ വിള്ളൽ തന്നെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതേസമയം ഇതിന് മുകളിലുള്ള നാഷണൽ ഹൈവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നുമുണ്ട്. അങ്ങനെ ആ റോഡിനും ഭാരമുണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും കാര്യങ്ങളെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കേടുപാടുകൾ സംഭവിച്ച വീട്ടിനുള്ളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഇത്രയുമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാണിച്ചു തന്നത് അധികൃതർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. കാരണം മഴ അടുത്ത ദിവസങ്ങളിലും കൂടാൻ പോവുകയാണ്. സമീപത്തുള്ള വീടുകൾ അവ അപകടാവസ്ഥയിൽ നിൽക്കുന്നു. അവിടേക്കും സാനിയോ മനോമി എത്തും. ആ സ്പോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. അധികൃതർ